നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുളകിന് വില ഉയരും, മഞ്ഞൾ ഉൽപ്പാദനം വർദ്ധിക്കും, ഇഞ്ചി വില ചൈന നിർണ്ണയിക്കുന്ന സാഹചര്യം. രാജ്യത്ത് മുളക് ഉൽപ്പാദനം കുത്തനെ കുറയുമെന്നും എന്നാൽ മഞ്ഞൾ ഉൽപ്പാദനം ഉയരുമെന്നും റിപ്പോർട്ട്. കൊച്ചിയിൽ നടന്ന അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിൻ്റെ ISC 2026 സമാപന ദിവസം അവതരിപ്പിച്ച കാർഷിക റിപ്പോർട്ടുകളിലാണ് ഇത് സംബന്ധിച്ച സൂചന. ഇന്ത്യയിലെ പ്രധാന സുഗന്ധവ്യഞ്ജന വിപണികൾ വ്യത്യസ്ത ദിശകളിലേക്ക് നീങ്ങുകയാണ്. മുളക് ഉൽപ്പാദനം കുത്തനെ കുറയുമെന്നും വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ വിലക്കയറ്റത്തിന് ശേഷം മഞ്ഞൾ ഉൽപ്പാദനം ഉയരുമെന്ന സൂചനയുമുണ്ട്. ഇഞ്ചി വിപണി ചൈനയുടെ വർദ്ധിച്ച ഉൽപ്പാദനത്തിൻ്റെ സ്വാധീനത്തിൽ സമ്മർദ്ദം തുടരുന്ന സാഹചര്യവുമുണ്ട്. ഏകദേശം 20 ലക്ഷം ടൺ വാർഷിക ഉൽപ്പാദനവുമായി ഇന്ത്യ ലോകത്തിലെ വലിയ മുളക് ഉൽപ്പാദക രാജ്യമാണ്. എന്നാൽ ഈ സീസണിൽ 35 മുതൽ 40% വരെയും ഉൽപ്പാദനക്കുറവ് ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ആന്ധ്ര, തെലങ്കാന, കർണാടക എന്നിവിടങ്ങളിലെ കൃഷിയിടം കുറഞ്ഞതും കാലാവസ്ഥാ വ്യതിയാനവും ബാധിച്ചിട്ടുണ്ട്. മുളകിൻ്റെ അളവ് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണ്. സംഭരണം അല്പം കൂടുതലുണ്ടെങ്കിലും മൊത്തം ലഭ്യത ഏകദേശം 30% വരെ താഴുമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇത് മുളകിൻ്റെ വില വീണ്ടും ഉയരുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. മുളകിൻ്റെ കയറ്റുമതി പ്രധാനമായും ചൈനയിലേക്കാണ്. മഞ്ഞൾ ഉൽപ്പാദന വർധനവ് കാണിക്കുന്നുണ്ട്. ലോകത്ത് മഞ്ഞൾ ഉൽപ്പാദനത്തിൻ്റെ 80% ഇന്ത്യയിലാണ്. 2026 15% വരെ വർധനവ് പ്രതീക്ഷിക്കുന്നു. മഹാരാഷ്ട്രയിൽ കൃഷിയിടം വർദ്ധിച്ചു. ചില പ്രദേശങ്ങളിൽ അധിക മഴ മൂലം വിളവിൽ കുറവും ആശങ്കകളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മഞ്ഞൾ വില കുത്തനെ ഉയർന്നെങ്കിലും ഇപ്പോൾ 16% വരെ താഴ്ന്നിട്ടുണ്ട്. പോയ വർഷം കയറ്റുമതി വർദ്ധിച്ചതിനാൽ സ്റ്റോക്ക് ശക്തമായ നിലയിലല്ല. അസ്ഥിരത കുറയ്ക്കാൻ സ്റ്റോക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ഇഞ്ചി വിലയിൽ ചൈനയുടെ സ്വാധീനം ഏറെയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ലോകത്തിലെ രണ്ടാമത്തെ ഇഞ്ചി ഉൽപ്പാദക രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഈ സീസണിൽ ഉൽപ്പാദനം 12% വരെ കുറഞ്ഞു. 90% ഇഞ്ചിയും ആഭ്യന്തര വിപണി തന്നെ ഉപയോഗിക്കുന്നു. കയറ്റുമതി പ്രധാനമായും ബംഗ്ലാദേശിലേക്കാണ്. കഴിഞ്ഞ വർഷം ഉണക്ക ഇഞ്ചി കയറ്റുമതി വർദ്ധിച്ചതോടെ ആഭ്യന്തര സ്റ്റോക്ക് കുറഞ്ഞു. ലോക വിപണിയിൽ ചൈനയുടെ ഉൽപ്പാദനം ഏകദേശം 60 ലക്ഷം ടൺ വരെയായി. ചൈനയാണ് ഇപ്പോൾ വില നിർണ്ണയിക്കുന്നത്. ഇന്ത്യൻ ഇഞ്ചി വിലയും അന്താരാഷ്ട്ര സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന സാഹചര്യമുണ്ട്. മൊത്തത്തിൽ 2025-26 വർഷം സുഗന്ധവ്യഞ്ജന വിപണികളുടെ വിതരണ വില മാറ്റങ്ങളുടെ വർഷമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.